ഞങ്ങൾ ഈ രാത്രി ജീവികളായതുകൊണ്ട് മിക്കപ്പോഴും വീടിന് പുറത്തിറങ്ങുന്നത് രാത്രി തന്നെയായിരിക്കും. ഇന്നാണെങ്കിൽ ഒരുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പോകുന്നതെന്നാണ് ഏട്ടൻ പറയുന്നത്. ഒരുപോലെ അല്ലെങ്കിൽ ഏകദേശം മാച്ചാണ്. കല്യാണമൊക്കെ ഉറപ്പിച്ച ടൈമിൽ ഞാൻ ഏട്ടനോട് പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു, കല്യാണമൊക്കെ കഴിഞ്ഞ് പുറത്തു പോകുന്ന സമയത്ത് മാച്ച് ചെയ്തിട്ട് ഡ്രസ്സ് ചെയ്യണം എന്നുള്ളത്. അന്ന് എനിക്കതൊക്കെ വലിയ കാര്യമായിട്ട് തോന്നിയെങ്കിലും ഇന്ന് ലൈഫ് എന്ന് പറഞ്ഞ റിയാലിറ്റിയിലേക്ക് കടന്ന സമയത്താണ് മനസ്സിലായത് ഒന്നും അല്ല എന്നുള്ളത്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഇതുപോലെ ബഡ്ജറ്റ് ഒപ്പിച്ച് സാധനങ്ങളൊക്കെ നോക്കി വാങ്ങുന്നതാണ് വലിയ പ്രയോറിറ്റി ആയിട്ട് തോന്നുന്നത്. എന്നാണെങ്കിലും അവിടുന്ന് സാധനമൊക്കെ വാങ്ങിയിട്ട് നേരെ പോയത് മധൂത് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഫുഡിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഒരിക്കലും പിശുക്ക് കാണിക്കാറില്ല. അല്ലെങ്കിലും കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഒരു കാര്യത്തിനും രണ്ടാളും പിശുക്ക് കാണിക്കാറില്ല. രണ്ടാൾക്കും കുറച്ച് ആർഭാടം കൂടുതലാണെന്ന് എല്ലാവരും ഇങ്ങനെ പറയാറുണ്ട്. പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പിട്ട് ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. പൊതുവേ കൊറിയറൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊന്ന് അൺബോക്സ് ചെയ്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടന് ഭയങ്കര മടിയാണ്. പക്ഷെ ഇന്നെന്താണെന്നറിയില്ല, നമ്മൾ ഈ വരാനുള്ളത് വഴി തങ്ങൂല എന്ന് പറയുന്ന പോലെ ഏട്ടൻ തന്നെ ഇപ്പൊ തന്നെ അൺബോക്സ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതൊന്ന് അൺബോക്സ് ചെയ്തു. അതിന്റെ ഇടയ്ക്കാണെങ്കിൽ കൈ ചെറുതായിട്ട് മുറിയുകയും ചെയ്തു. ഓൾറെഡി ഒരു കൈ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ അടുത്ത കൈയും കൂടെ മുറിഞ്ഞു. ഈ ഒരു മിഷൻ പിന്നെ നിങ്ങൾ പലരുടെയും വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. പച്ചക്കറിന്റെ ഒക്കെ തോല് കളയുന്നതാണ്. അച്ചാറൊക്കെ ഇടുന്ന ആൾക്കാർക്കും വീട്ടിൽ ഫുഡിന്റെ പരിപാടിയൊക്കെ ഉള്ള ആൾക്കാർക്കും ഒരുപാട് ആൾക്കാരുള്ള വീട്ടിലൊക്കെ ആണെങ്കിലും ഇത് നല്ലോണം ഉപയോഗപ്പെടും. അതുപോലെ ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് കുറെ ദിവസത്തേക്കുള്ള സാധനം ഒരുമിച്ചിട്ട് ക്ലീൻ ആക്കി എടുത്ത് മാറ്റി വെക്കാൻ പറ്റും. എന്താണെങ്കിലും ഇതിന്റെ ലിങ്ക് മോളായിട്ട് ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ.